സ്കാർലറ്റ് വിച്ചും തോറും തമ്മിലൊരു ഫൈറ്റ് നടന്ന ആ ഫൈറ്റ് ആരായിരിക്കും ജയിക്കുക? ഇവിടെ എക്സ്പീരിയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തോറ് ഒരു ഗോഡായോണ്ട് തന്നെ തോറിന്റെ എക്സ്പീരിയൻസും ഫൈറ്റിംഗ് സ്കിൽസും സ്കാർലറ്റ് വിച്ചിനേക്കാളും മുമ്പിലാണ്. അത് കൂടാതെ സ്ട്രെങ്തിന്റെയും ഡ്യൂറബിലിറ്റിയും കാര്യം നോക്കുകയാണെങ്കിൽ തോറ് തന്നെയാണ് മുമ്പിൽ. അത് എന്താന്ന് വെച്ചാൽ തോറ് ഹൾക്ക് പോലുള്ള ക്യാരക്ടേഴ്സിനെ സ്ട്രെങ്ത്തിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ സിനിമയിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ എനർജീനെയും തോറ് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തോറ് തന്നെ ഈ ഒരു ഫൈറ്റ് ജയിക്കും എന്ന് നമുക്ക് തോന്നും, പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഇവിടെ സ്കാർലറ്റ് വിച്ചിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുമ്പോൾ റിയാലിറ്റി മാനിപ്പുലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്കാർലറ്റ് വിച്ചിന് ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് പവർ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് സിനിമയിൽ സ്കാർലറ്റ് വിച്ച് ഈസി ആയിട്ട് ഇലുമിനാറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈൻഡ് കൺട്രോളിങ്ങിൽ പ്രൊഫസർ എക്സിനെക്കാളും പവർഫുൾ ആണ് സ്കാർലറ്റ് വിച്ച്. ഇവിടെ സ്കാർലറ്റ് വിച്ചിന്റെ റിയാലിറ്റി മാനിപ്പുലേഷൻ പവർ ഉപയോഗിച്ച് സ്കാർലറ്റ് വിച്ചിനെ തോറിനെ മിഡ് ഫൈറ്റിൽ പവർലെസ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ തോറിനെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈസി ആയിട്ട് അല്ലെങ്കിലും തോറിനെ സ്കാർലറ്റ് വിച്ചിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും.